നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടം നാളെ നടക്കാനിരിക്കെ 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. ബീഹാറിലെ 8 സീറ്റുകൾ, ഹരിയാനയിലെ 10 സീറ്റുകൾ, ജമ്മു കാശ്മീരിലെ 1 സീറ്റ്, ജാർഖണ്ഡിലെ 4 സീറ്റുകൾ, ദില്ലിയിലെ 7 സീറ്റുകൾ, ഒഡീഷയിലെ 6 സീറ്റുകൾ, ഉത്തർപ്രദേശിലെ 14 സീറ്റുകൾ, ബംഗാളിലെ 8 സീറ്റുകൾ എന്നിവിടങ്ങളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ച ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിലും നാളെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ ഒഡീഷയിലെ 45 നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി നാളെ നടക്കുന്നുണ്ട്. 6ാം ഘട്ടം കഴിഞ്ഞ തവണ ആർക്ക് അനുകൂലമായിരുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, BJPക്ക് തന്നെ. 6ാം ഘട്ടത്തിൽ 58 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 40 സീറ്റുകളിലും വിജയിച്ചത് BJP തന്നെയായിരുന്നു. ആകെ BJP മത്സരിച്ചത് 53 സീറ്റുകളിലായിരുന്നു. ഇതിൽ 40 എണ്ണത്തിൽ അവർക്ക് വെണ്ണിക്കൊടി പാറിക്കാൻ സാധിച്ചു. കോൺഗ്രസ് ആവട്ടെ 2019 വട്ടപൂജ്യമായത് ഈ ഘട്ടത്തിലായിരുന്നു. കഴിഞ്ഞ തവണ ഈ 6ാം ഘട്ടത്തിൽ കോൺഗ്രസ് 44 സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിൽ പോലും ഒരിടത്ത് പോലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. കോൺഗ്രസ് കോട്ടകളായ ഹരിയാനയും ദില്ലിയും ഒക്കെയാണ് BJPക്ക് അനുകൂലമായ വിധി എഴുതിക്കൊണ്ട് കോൺഗ്രസിന് ചരിത്ര പരാജയം സമ്മാനിച്ചത്. ദില്ലിയിലെ 7 സീറ്റുകളും ഹരിയാനയിലെ 10 സീറ്റുകളും BJP തന്നെയായിരുന്നു സ്വന്തമാക്കിയത്. ഹരിയാനയിൽ പക്ഷേ ഇത്തവണ കോൺഗ്രസിന് നേരിയ പ്രതീക്ഷകളുണ്ട്. കാരണം BJPയിലെ ആഭ്യന്തര തർക്കം, അതിനോടൊപ്പം തന്നെ JJPയിലെ നിലപാടുമൊക്കെ രാഷ്ട്രീയ കാറ്റ് മാറി വീശാൻ കാരണമായേക്കും. UPയിലാവട്ടെ ഇക്കുറി അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം, അതിൽ വലിയ പ്രതീക്ഷകൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് താനും. ദില്ലിയിൽ ആം ആദ്മി പാർട്ടി മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നവരും ചെറുതല്ല. ജാർഖണ്ഡിലാവട്ടെ ഹേമന്ത് സോറൻ സഹതാപ തരംഗം നിലനിൽക്കുന്നുണ്ട്. ഹേമന്ത് സോറന്റെ ഭാര്യയായ കൽപ്പന സോറൻ അടക്കം പ്രചരണ രംഗത്ത് വളരെ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയും കോൺഗ്രസിന് നേരിയ പ്രതീക്ഷകൾ ഉണ്ട് എന്ന് പറയേണ്ടി വരും. അതായത് ഈ ഘട്ടത്തിൽ 1 സീറ്റ് സ്വന്തമാക്കിയാൽ പോലും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് നേട്ടമാണ്. INDA എന്ന മുന്നണിയെ സംബന്ധിച്ചും വലിയ നേട്ടം തന്നെയാണ്. വട്ടപൂജ്യത്തിൽ നിന്നുമുള്ള ഒരു മുന്നേറ്റമായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരും. അതേസമയം തന്നെ BJPയെ സംബന്ധിച്ച് ഇത് അഗ്നിപരീക്ഷയാണ്. കാരണം കഴിഞ്ഞ തവണ ലഭിച്ച വമ്പൻ മുന്നേറ്റം, 40 സീറ്റുകളിൽ ലഭിച്ച വിജയം ആവർത്തിക്കുക എന്ന വലിയ ഒരു ബാധ്യത അവരുടെ ചുമലിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 6ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന മണ്ഡലങ്ങളിലൊക്കെയും BJP അതിശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ ചില ഇടങ്ങളിൽ ഉണ്ട് എങ്കിൽ പോലും അത് തിരികെ പിടിക്കാനുള്ള ഭാഗീരഥ യജ്ഞം തന്നെയായിരുന്നു BJP നടത്തിയത്. അങ്ങനെ 6ാം ഘട്ടത്തിൽ BJPക്ക് അഗ്നിപരീക്ഷയും കോൺഗ്രസിന് 1 സീറ്റെങ്കിൽ 1 സീറ്റ് അത് ഒരു ലോട്ടറിയുമായി മാറും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.